സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സുഭാഷിതങ്ങൾ 21. വീഞ്ഞ് പരിഹാസനും മദ്യം കലഹക്കാരനുമാണ്. അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. Wine is a mocker, strong drink is raging, and whoever is deceived thereby is not wise. മോനെ, നീ അപ്പച്ചനെ തടിച്ചാക്കി പോയില്ലടാ എന്റെ മോനെ. പൂവിൽ നിറഞ്ഞ മധുബരി തന്റെ നില നമ്മുടെ കുഞ്ഞിനാരുണ്ട്. പുത്തൻ പവീഴ കൊടിയോ ചേരു തത്തകൾ കൊഞ്ചും മൊഴി. എന്താ ഉണ്ണി മോളെ? അപ്പാപ്പൻ കരയാണോ? ഈ ഞാനോ? അപ്പാപ്പന്റെ കണ്ണിലേ ഒരു കരട് പോയതല്ലേടി കാന്താരി. അമ്പാടി കാന്താരി. അപ്പാപ്പ അതെ, നാളെ ഉണ്ണിമോന്റെ പെരുന്നാളാട്ടോ. എനിക്ക് പുത്തൻ ഉടുപ്പ് വേണം, പുത്തൻ പാവ വേണം, പിന്നെ കേക്കും വേണം. നല്ല പുതിയ ഉടുപ്പും പിന്നെ പുത്തൻ പാവയും പിന്നെ നല്ല രുചിയുള്ള കേക്കും ഒക്കെ എന്റെ ഉണ്ണിമോക്ക് സമ്മാനായിട്ട് കിട്ടുമല്ലോ. അതെങ്ങനെ? അപ്പാപ്പനൊരു രഹസ്യം പറയാറില്ലേ, അത് ഓർമ്മയുണ്ടോ? എന്ത്? ഉണ്ണീശോയ്ക്ക് ഒരു കത്തെഴുതാൻ. എൻ്റെ ഉണ്ണിമോൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉണ്ണീശോയ്ക്ക് ഒരു കത്തെഴുതിയ അതെല്ലാം ഉണ്ണിമോൾക്ക് സാധിച്ചു കിട്ടും. മോൾ ഉണ്ണീശോയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടോ? എന്നാലേ വേഗം ചെന്നേ ആ കത്തിങ്ങോട്ട് എടുത്തിട്ട് വന്നേ, അപ്പാപ്പനൊന്ന് നോക്കട്ടെ. ഉണ്ണിമോളെ, ആരോടും പറയണ്ട കേട്ടോ, ഇത് രഹസ്യമായിട്ട് വെക്കണം. നമുക്കിത് ഉണ്ണീശോയ്ക്ക് അയച്ചു കൊടുക്കാട്ടോ. അപ്പച്ചാ, നമ്മുടെ വീട്ടു സാധനങ്ങൾ ആരെയും തീർന്നിരിക്കുക. ഉണ്ണിമോളുടെ മരുന്നും തീർന്നു. എന്നാ മോളെ ആ സഞ്ചി എങ്ങെടുക്ക്, അപ്പച്ചൻ റേഷൻ കട വരെ ഒന്ന് പോയി നോക്കാം. ശരി അപ്പച്ചാ. അപ്പച്ചാ, ഉണ്ണിമോളുടെ മരുന്നിന്റെ ചീട്ട് ഞാൻ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി മോളെ. മോളെ എന്നാ അപ്പച്ചനൊന്ന് പോയേച്ചും വരാം. വേണ്ട വേണ്ട, ഉണ്ണിമോക്ക് സുഖമില്ലാതിരിക്കല്ലേ. വേണ്ട മോളെ, എന്റെ മോക്ക് വയ്യാതിരിക്കല്ലേ. വേണ്ട മോളെ, വാശി പിടിക്കല്ലേ. അപ്പം കൊണ്ടുപോവാ കേട്ടോ. മോള് വിഷമിക്കണ്ട, നമ്മുടെ വേദനകളും കണ്ണുനീരും ദൈവം കാണുന്നുണ്ട്.
നമ്മുടെ സഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമുള്ള പ്രതിഫലം അവിടുന്ന് തരും. പിന്നെ അപ്പച്ചന്റെ പെൻഷൻ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളില് അത് കുറച്ചെങ്കിലും ഒരു ആശ്വാസമായേനെ. ഏതായാലും അപ്പച്ചൻ പോകുന്ന വഴി റേഷനും ഉണ്ണിമോളുടെ മരുന്നും വാങ്ങി നമ്മുടെ വാർഡ് മെമ്പറും കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ കേട്ടോ മോളെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോയാലോ മോളെ? ആ ബൈബിൾ ഇങ്ങെടുത്തേ. ശരി അപ്പച്ച. പ്രാർത്ഥിച്ചിട്ട് പോവാട്ടോ. വാ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. വാ മോളെ, സൂക്ഷിച്ചിറങ്ങട്ടോ. വാ. അപ്പാപ്പതേ ഉണ്ണിമോളുടെ ഉണ്ണീശോയ്ക്ക് എഴുതിയ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത് ഈ അപ്പാപ്പ മറക്കുവോ ഉണ്ണിമോളെ? ഉണ്ണീശോക്ക് കത്ത് കിട്ടി കഴിയുമ്പോഴേ ഉണ്ണിമോക്ക് തോനെ സമ്മാനങ്ങളൊക്കെ കിട്ടുമല്ലോ. വാ മോളെ, ആദ്യം അപ്പാപ്പനും ഉണ്ണിമോക്കും കൂടി റേഷൻ കടയിൽ പോണം. റേഷൻ കടയിൽ പോയി വന്നിട്ട് ഉണ്ണിമോൾക്ക് വാങ്ങിക്കാനുള്ള മരുന്ന് വാങ്ങണം. എന്നിട്ട് വേണം നമുക്ക് വാർഡ് മെമ്പർ എന്ന് പോയി കാണാൻ. വാർഡ് മെമ്പറെ കണ്ടിട്ട് വേണം അപ്പാപ്പനും ഉണ്ണിമോക്കും കൂടി ലോട്ടറി ഒക്കെ വിൽക്കാൻ. എന്നിട്ടേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരത്തുള്ളൂ കേട്ടോ. എന്നാ പോയാലോ? വാ മോളെ, സൂക്ഷിച്ചു വീഴാതെ നടക്കണേ. മോനെ, ഞങ്ങളുടെ റേഷൻ വന്നിട്ടുണ്ടോ? എന്റെ പൊന്ന് റാഫേലേട്ടാ, എന്തിനാ അങ്ങനെ വന്ന എല്ലാ ദിവസവും എന്നെ ബുദ്ധിമുട്ടിക്കണേ? ചേട്ടന്റെ റേഷൻ വന്നിട്ടില്ല, ഡിപ്പോയില് സമരാണ്. ഈ അരി നോക്കണ്ട, ഇത് കഴിഞ്ഞ മാസം വാങ്ങിക്കാത്തവരെ അരിയാ. ചേട്ടന്റെ അരി വരുമ്പോ ഞാൻ അറിയിക്കാം. ഏതായാലും 10 ദിവസം മുടക്കാതെ അരി ഇട്ടല്ലേ, ഫുഡ് അടിക്കല്ലേ. അരി വരുമ്പേ ഞാൻ അറിയിക്കാം. അങ്ങനെ സൗജന്യ അവതാരിയാണെന്ന് മാത്രം പറയല്ല മോനെ. നിങ്ങളെ പോലെയുള്ള പണക്കാരും മാത്രമല്ല, ഈ സമൂഹത്തിലെ പാവപ്പെട്ടവരായ ഞങ്ങളും അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാ സർക്കാർ ഇതൊക്കെ തരുന്നേ. ഇത് ഞങ്ങളുടെ അവകാശ. വാ മോളെ. പിന്നില്ലാണ്ട് ചേട്ടന് എത്ര ചാക്ക് അരി വേണം? ഒരു 4 ചാക്ക് എടുക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഒരു 2 ചാക്ക് കൂടി കൂട്ടി 6 ചാക്ക് എടുത്താലോ? ഓട്ടോറിക്ഷ ഞാൻ വിളിക്കാന്നേ. അത് ബുദ്ധിമുട്ടാവൂലേ? വാ മോളെ, നമുക്കേ മോളുടെ മരുന്നുണ്ടോന്ന് നോക്കാട്ടോ. വാ മോളെ, ഈ മരുന്ന് ഇവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയേ. വല്യപ്പ, ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സിറപ്പല്ലേ? ആ ക്യാൻസറിന്റെ മരുന്നല്ലേ? അതെ. ആ, ഇവിടെ ഉണ്ട്, തരാട്ടോ. വല്യപ്പ, 1850 രൂപ. മോളെ, അതെ, എന്റെ കയ്യിൽ ഇത്രയും കാശില്ല. ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് തന്നാ മതിയോ? എന്റെ വല്യപ്പ, സൗജന്യം തരാൻ ഇത് ധർമ്മസ്ഥാപനം ഒന്നുമല്ല. വല്ല ഗവൺമെന്റ് ആശുപത്രിയിലും പോ, വെറുതെ മനുഷ്യരെ മെനക്കെടുത്താൻ. ക്ഷമിക്കണേ മോളെ, ഈ വൃദ്ധന്റെ ഗതികേട് കൊണ്ട് ചോദിച്ചു പോയതാ. മാപ്പാക്കണം. വാ മോളെ. അപ്പാപ്പ, എന്തുട്ടായി ക്യാൻസർ? ക്യാൻസറോ? അത് ഈ പനിയും ജലദോഷമൊക്കെ പോലത്തെ ഒരു കുഞ്ഞസുഖം മോളെ. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാട്ടോ. വാ. സ്നേഹം നിറഞ്ഞ നല്ലവരായ നല്ല നാട് ഗ്രാമവാസികളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വാർഡ് മെമ്പർ തങ്കമണി തങ്കപ്പൻ. എടിശോശാമേ, ശരിക്കും പിടിച്ചോട്ടാ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ തരംഗാവാനുള്ളതാ. ഞാൻ ഏറ്റവും പ്രിയമുള്ളവരെ, എന്റെ മാത്രം അധ്വാനം കൊണ്ട്, അതും ഞാൻ രാപ്പകൽ കഷ്ടപ്പെട്ട്, അതും അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിതുയർത്തിയതാണ് ഈ റോഡെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. മെമ്പറേ, ഈ റോഡ് പണിയുടെ പേരിലേ അടിച്ചു വെച്ച ക്യാഷൊക്കെ പുട്ടടിച്ച. അത് മെമ്പറേ, നമ്മുടെ വാർഡിലെ ബോധതയുണ്ടായ ഒരു വോട്ടറാ. അത്
നമുക്ക് ക്ഷീണം ചെയ്യും. ഹലോ, ഫോൺ വെക്കി. അതേ മെമ്പറെ, നമ്മുടെ അടുത്ത വാർഡിൽ നിന്ന് ഒരു ഇൻഫോമറാ. അന്ന് വേഗം ചോദിക്ക്. ഹലോ, ആ പറയ്. ആണോ? അതെയോ? സത്യാണോ? അന്ന് വെക്കി. നമ്മുടെ പഞ്ചായത്തിൽ പുതുതായി വന്ന ബസ് സ്റ്റോപ്പില്ലേ, അതിന്റെ പേരിൽ അടിച്ചു മാറ്റിയത് ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള പരിപാടിയാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആണോ? എടി ഭയങ്കരി, എടി ജലജാജലാതരാ, നിന്നെ ഈ തങ്കപ്പൻ വെറുതെ വിടില്ലടി. ഇപ്പൊ പോയ എന്തെങ്കിലും കിട്ടും. ആണോ? ആ മെമ്പറെ, എന്താ റാഫേലേട്ടാ? മെമ്പറെ, എന്റെ പെൻഷൻ അത് 1 വർഷമായിട്ട് മുടങ്ങി കിടക്കുക. അതൊന്ന് ശരിയാക്കി തരണേ മെമ്പറെ. നിങ്ങൾ എന്ത് വർത്താനോ റാഫേലേട്ടേ പറയണേ? ഞാൻ എങ്ങാനും മനഃപൂർവ്വം നിങ്ങളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണോ? ഇത് സർക്കാർ കാര്യമല്ലേ? സർക്കാരാണെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലും. ഇവിടെ ഈ ഞങ്ങൾക്ക് തന്നെ നേരാവണ്ണം ശമ്പളം അലവൻസ് കിട്ടുന്നില്ല. പിന്നെയാ നിങ്ങളുടെ ഒരു പെൻഷൻ. പിന്നെ പെൻഷൻ വന്നാലേ അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. പിന്നെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്നതൊരു വിദൂര സ്വപ്നമാണ്. കിട്ടിയാ കിട്ടി. ഒന്ന് പോടുന്നു മനുഷ്യനെ ശല്യപ്പെടുത്താതെ. മെമ്പറെ, പേര് പോലെ തന്നെ ഈ നാട് നന്മയുള്ള ഒരു നാടാകുമെന്ന് കരുതിയ ഞങ്ങളൊക്കെ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചേ. പക്ഷേ നിങ്ങൾ വിജയിച്ചു. നിങ്ങളുടെ മുൻപില് ഈ പാവം ഞങ്ങൾ തോറ്റുപോയി. വാ മോളെ. ഇന്നത്തെ സൗഭാഗ്യ മക്കളെ, ഒരു ലോട്ടറി എടുക്കാമോ? ഒരു ലോട്ടറി എടുത്ത് സഹായിക്കാമോ മക്കളെ? ജീവിത പ്രശ്നമാണ് മോനെ. ഒരു ലോട്ടറി എടുത്തൂടെ മോനെ? ഒരു ലോട്ടറി എടുക്കാമോ മോനെ? ഉപജീവന മാർഗമാണ് മോനെ. ഒരു ലോട്ടറി എടുത്ത് സഹായിക്കാമോ? ചേട്ടാ, എന്റെ കയ്യിൽ പൈസ ഇല്ല ചേട്ടാ. സഹോദര ഇല്ലാതിട്ടോ. മോനെ, ഒരു ലോട്ടറി എടുക്കാമോ മോനെ? എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട. അങ്ങനെ പറയല്ലേ മോനെ, ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. ലോട്ടറി അടിച്ച് എനിക്ക് കോടീശ്വരനാവണ്ട. എന്റെ വല്യപ്പ, ഞാൻ ജനിച്ചു വീണത് കോടീശ്വരനായിട്ടാ. എന്നാ ഒരു ചായ കുടിക്ക്. എന്നാ അപ്പാപ്പ, ഉണ്ണിമോൾക്ക് വിശക്കണ്. മോള് ഇവിടെ ഇരിക്കട്ടോ. പപ്പ വരാവേ. പപ്പ സിഗരറ്റ് വലിക്കില്ലാന്ന് പ്രോമിസ് ചെയ്തതല്ലേ? ഈ ഒരു പ്രാവശ്യം കൂടി പപ്പ സിഗരറ്റ് വലിച്ചാ ക്യാൻസർ വരും. പപ്പ നരകത്തിലും പോവും. മോള് ഇവിടെ ഇരിക്കും. പപ്പ വരാം. ഹലോ, അത് രേവതി ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലോ? ഐസിയിലോ? സീരിയസ് ആണോ? ശരി സാറേ, ഞാൻ ഫോൺ തരാം. ശരി, ഓക്കെ. മോളെ,
എനിക്കൊന്നും പറ്റിയിട്ടില്ല. മക്കളെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ആശുപത്രിയിലൊന്നും പോവണ്ട സാറേ. മോക്കൊന്നും പറ്റിയിട്ടില്ല സാറേ. മോളെ ഞാൻ പിടിച്ചതുകൊണ്ടേ അവക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. സാറ് വിഷമിക്കണ്ട. ഞാൻ വല്യപ്പനെ ആശുപത്രി കൊണ്ടുപോകണോ? വേണ്ട സാറേ, കുറച്ച് പച്ചമരുന്ന് ചതച്ച് പുരട്ടിയ ഈ മുറിവൊക്കെ വേഗം ഭേദമായിക്കോളും. ഉണ്ണിമോളെ, അപ്പാപ്പനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. മോള് വിഷമിക്കണ്ട കേട്ടോ. അപ്പാപ്പനൊന്നും പറ്റിയിട്ടില്ല. ഉണ്ണിമോളെ, സഞ്ചിയും കൊടയും ഉണ്ണിമോളെ, അപ്പാപ്പനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. മോള് വിഷമിക്കണ്ട കേട്ടോ. മോള് വിഷമിക്കണ്ട. സാറ് വിഷമിക്കണ്ട സാറേ. മോക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പിടിച്ചതുകൊണ്ടേ മോക്കൊരു പോറൽ പോലെ ഏറ്റിട്ടില്ല സാറേ. ചായ ഇത് നോക്കിയേ, ഈ ഷെയർലിക്കൊക്കെ ഇത് എന്തുമാത്രം ലൈക്സും കമന്റ്സും കിട്ടുന്നത്. അവളുടെ വിചാരം അവള് വലിയ ബ്യൂട്ടി ക്യൂൻ ആണെന്നാ. പക്ഷെ കാണുന്നവർക്കറിയാം ഞാനാ ഗ്ലാമർ എന്ന്. അല്ലേ ഈ ചായ? ഓ അച്ചോടാ, എല്ലാ ദിവസവും ഫാമിലി പ്രെയർ കഴിയുമ്പോ ബൈബിൾ വായിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാ? അമ്മുവിന്റെ. എന്നാലേ വേഗം ചെന്ന് ബൈബിള് വായിച്ചേ അമ്മൂസേ. വായിച്ചായ? എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. സാറ് വിഷമിക്കണ്ട. മോൾക്കൊന്നും പറ്റിയിട്ടില്ല. മോളെ ഞാൻ പിടിച്ചത് കൊണ്ട് മോൾക്കൊരു പോറൽ പോലെ ഏറ്റിട്ടില്ല സാറേ. സാറ് വിഷമിക്കണ്ട. എന്തു പറ്റി? പെട്ടെന്ന് നിങ്ങൾ മൂഡ് ഓഫ് ആയല്ലോ. ഒന്നുമില്ല. അയ്യോ പപ്പേ, വേറെ ലെറ്റർ. ലെറ്ററോ? അമ്മൂസ് എഴുതിയതാ? അമ്മുവിന്റെ അല്ല. ഉണ്ണിമോളോട് പ്രിയപ്പെട്ട ഉണ്ണീശോയ്ക്ക്. ഉണ്ണീശോയെ, എന്റെ പേര് ഉണ്ണിമോൾ എന്നാ. ഉണ്ണിമോളെ അറിയോ? അപ്പാപ്പന പറഞ്ഞേ ഉണ്ണീശോയ്ക്ക് കത്തെഴുതിയാൽ തോന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടുമെന്ന്. ഉണ്ണിമോൾ എന്നും പ്രാർത്ഥിക്കും, എന്നും കൊന്ന ചെല്ലും. നല്ല മോളാട്ടോ. അതെ, ഉണ്ണിമോൾക്ക് വാവുക എല്ലാവരും പറയുന്നേ. അപ്പച്ചന് വന്ന വാവുക ഉണ്ണിമോൾ കൊന്ന. ഉണ്ണിമോള് മരിച്ചു പോവോ ഉണ്ണീശോയെ? എന്റെ അപ്പാപ്പന് തീരെ വയ്യ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. പിന്നെ നാളെ ഉണ്ണിമോളോട് പിറന്നാളാട്ടോ. ഉണ്ണിമോൾക്ക് പുതിയ ഉടുപ്പ് വേണം, പുതിയ പാവ വേണം, പിന്നെ കേക്കും വേണം. ഉണ്ണീശോ, ഉണ്ണിമോളോട് പിറന്നാളിന് വരണേ. എന്ത് പറ്റിയേ? എന്ത് പറ്റിയേ? എന്തിനാ കരയണേ? എന്നോടൊന്ന് പറ, എന്ത് പറ്റിയേ? ഞാൻ നമുക്ക് ഈ കടയിലൊന്ന് ചോദിക്കാം. അതെ, ഈ ലോട്ടറി വിൽക്കണ റാഫേലേട്ടന്റെ വീട്? നേരെ പോയി വളവ് തിരിഞ്ഞ അറ്റത്തെ വീടാ. ഓക്കെ, താങ്ക് യു. ആരാരീരാരോ ആരാരോ ആരോ ആരാരീരാരോ ആരാരോ ആരാരീരാരോ ആരാരോ
റാഫേലേട്ടാ, റാഫേലേട്ടോ. ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതെ, 3 പേര് കാണാൻ വന്നിട്ടുണ്ടല്ലോ. ദേ നോക്കിയേ. ഇത് ഉണ്ണിമോളല്ലേ? ഉണ്ണിമോള് ഉണ്ണീശയ്ക്ക് ഒരു കത്ത് എഴുതിയായിരുന്നോ? അതെ, അത് എനിക്കും അപ്പാപ്പന് മാത്രം അറിയുന്ന രഹസ്യമാണല്ലോ. ആ കത്തേ ഉണ്ണീശോയ്ക്ക് കിട്ടി. ഉണ്ണീശോയാണ് അങ്കിളിനെ ഇങ്ങോട്ടേക്ക് അയച്ചത് ഉണ്ണിമോളെ കാണാൻ. ആരാ? എന്താ? എന്റെ പേര് ജോൺ. ഇതെന്റെ വൈഫ് ടെസ. ഇത് ഞങ്ങളുടെ മകൾ ആൽമിയ. ഇന്നലെ ഉണ്ടായ വലിയൊരു വാഹനാപകടത്തിൽ നിന്ന് ഞങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിച്ചത് ഇവിടുത്തെ റാഫേലേട്ടനാ. ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല എനിക്ക്. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട്. ഉണ്ണിമോളുടെ കത്തിലൂടെ ഇവിടുത്തെ എല്ലാ വിവരങ്ങളും ഞങ്ങൾ അറിഞ്ഞു. ഉണ്ണിമോളുടെ ചികിത്സ ഇന്നു മുതൽ ഞങ്ങൾ ഏറ്റെടുക്കുക. ഇത് കുറച്ച് ഉടുപ്പും വീട്ടു സാധനങ്ങളൊക്കെയാ. നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം. ഇന്നു മുതൽ ഈ കുടുംബം ഞങ്ങളുടെ കുടുംബ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമോളെ.